നമസ്കാരം. ഇന്നത്തെ പ്രതിപാദ്യ വിഷയം തിരുവാതിരകളി എന്ന കലയെപ്പറ്റിയാണ്. നിങ്ങളെല്ലാവരും തന്നെ തിരുവാതിരകളി കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് തിരുവാതിരകളിക്ക് പിന്നിലെ ഐതിഹ്യം, അതിൻ്റെ മറ്റ് ഘടകങ്ങൾ എല്ലാം ഒന്ന് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘ നൃത്തമാണ് തിരുവാതിരകളി. ഹൈന്ദവരുടെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കപ്പെടുന്ന ഈ നൃത്തം വനിതകൾ ചെറിയ സംഘങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. പൊതുവെ ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വീടുകളിലും ശിവക്ഷേത്രങ്ങളിലും പാർവതീ പ്രാധാന്യമുള്ള ഭഗവതീ ക്ഷേത്രങ്ങളിലും ശിവപാർവതിമാരെ സ്തുതിച്ചു പാടിക്കൊണ്ട് സ്ത്രീകൾ ഈ കലാരൂപം അവതരിപ്പിക്കാറുണ്ട്. ഗണപതി സ്തുതിയോടെയും സരസ്വതി വന്ദനത്തോടെയുമാണ് സാധാരണഗതിയിൽ തിരുവാതിരപ്പാട്ടുകൾ ആരംഭിക്കുന്നത്. തുടർന്ന് പ്രധാനമായും ശിവപാർവതിമാരെ സ്തുതിച്ചും ചില പുരാണകഥകൾ ഒക്കെ പാടിക്കൊണ്ട് നൃത്തം ചെയ്യുന്നു. പ്രത്യേകിച്ചും തിരുവാതിര വ്രതമെടുക്കുന്ന സ്ത്രീകൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി തിരുവാതിരകളിയെ കണക്കാക്കാറുണ്ട്. ചെറിയ വ്യത്യാസങ്ങളോടെയാണെങ്കിലും കൈകൊട്ടിക്കളി, കുമ്മിക്കളി എന്നീ പേരുകളിലും ഈ കലാരൂപം അറിയപ്പെടുന്നു. സുദീർഘവും മംഗളകരവുമായ ദാമ്പത്യ ജീവിതവും ഇഷ്ടവിവാഹവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഈ നൃത്തം എന്നാണ് കരുതുന്നത്. തിരുവാതിര നാളിൽ രാത്രിയാണ് ഈ കളി അവതരിപ്പിക്കുന്നത്. വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ തിരുവാതിരയെ പുത്തൻ തിരുവാതിര അഥവാ പൂത്തിരുവാതിര എന്ന് പറയുന്നു. തിരുവാതിര എന്ന പേരിന് പിന്നിൽ ഉള്ള ഐതിഹ്യം നമുക്കൊന്ന് നോക്കാം. പുരാതന കാലത്ത് 28 ദിവസം നീണ്ടു നിന്നിരുന്ന ഒരു പരിപാടിയായാണ് ഇത് അവതരിപ്പിച്ചിരുന്നത്. തിരുവാതിര നാളിൽ ആരംഭിച്ച് അടുത്ത മാസം തിരുവാതിര വരെയാണ്, അതായത് 28 ദിവസം. ആദ്യ തിരുവാതിരയ്ക്ക് മുമ്പുള്ള മകയിരം നാളിൽ തുടങ്ങുന്ന എട്ടങ്ങാടി എന്ന പ്രത്യേക പഥ്യ ഭക്ഷണത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. ഇതാണ് തിരുവാതിരകളി എന്ന് പേര് വരാനുള്ള കാരണം. കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ധനുമാസത്തിലെ തിരുവോണം നാളിൽ തുടങ്ങി തിരുവാതിര നാളിൽ അവസാനിക്കുന്ന തരത്തിൽ 11 ദിവസത്തെ പരിപാടിയായി അവതരിപ്പിച്ചും വരുന്നുണ്ട്. തിരുവാതിരയ്ക്ക് പിന്നിലുള്ള ഐതിഹ്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, ശ്രീപാർവതി പരമശിവനെ ഭർത്താവായി ലഭിക്കാനായി കഠിനമായ തപസ് ചെയ്യുകയും ശിവൻ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ പാർവതിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഭർത്താവാകാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതാണ് യുവതികളും സുമംഗലികളും തിരുവാതിരകളി അവതരിപ്പിക്കാൻ കാരണമെന്ന് ഒരു ഐതിഹ്യം. കാമദേവനും ശിവനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യവും പ്രചാരത്തിലുണ്ട്. പാർവതിയുമായി അനുരാഗം തോന്നാനായി ശിവന് നേർക്ക് അമ്പെയ്യുകയും ശിവൻ ക്രോധത്തിൽ കാമദേവനെ തൃക്കണ്ണ് തുറന്ന് ദഹിപ്പിക്കുകയും ചെയ്തു. കാമദേവൻ്റെ ഭാര്യ രതിദേവി പാർവതിയോട് സങ്കടം ധരിപ്പിക്കുകയും പാർവതി തിരുവാതിര നാളിൽ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ കാമദേവനുമായി വീണ്ടും ചേർത്ത് വയ്ക്കാമെന്ന് വരം കൊടുക്കുകയും ചെയ്തുവെന്നും അതിൻ്റെ തുടർച്ചയായാണ് ഇന്ന് തിരുവാതിരക്കളി എന്നുമാണ് വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ചടങ്ങുകളും ആചാരങ്ങളും ഒന്ന് നോക്കിയാൽ, പുരാതന കാലത്ത് തിരുവാതിര നാളിൽ തുടങ്ങി അടുത്ത മാസം തിരുവാതിര വരെ 28 ദിവസം ഈ നർത്തനം അവതരിപ്പിച്ചിരുന്നു. ചില സ്ഥലങ്ങളിൽ 11 ദിവസത്തെ പരിപാടിയായി ധനുമാസത്തിൽ അവതരിപ്പിച്ചിരുന്നു. തിരുവാതിര നാളിന് മുന്നത്തെ മകയിരം നാളിൽ എട്ടങ്ങാടി എന്ന് വിളിക്കുന്ന പ്രത്യേക പഥ്യാഹാരം കഴിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. ചേമ്പ്, ചേന, കാച്ചിൽ, കായ, കിഴങ്ങ്, പയർ, പഞ്ചസാര, തേൻ എന്നിവയാണ് എട്ടങ്ങാടിയുടെ ചേരുവകൾ. ഇത് തലേന്ന് രാത്രിയാണ് കഴിക്കുന്നത്. എന്നാൽ ഈ ചടങ്ങ് ഇന്ന് ആചരിക്കാറില്ല. വെള്ളവും കരിക്കൻ വെള്ളവുമാണ് കുടിക്കുക. പകൽ വീടിന് മുന്നിൽ ദശപുഷ്പങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നു. സൂര്യാസ്തമയത്തിന് ശേഷമാണ് തിരുവാതിരകളി ആരംഭിക്കുക. അർദ്ധരാത്രിയിൽ തിരുവാതിര നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞാൽ നർത്തകികൾ ഭക്ത്യാദരപൂർവ്വം പാട്ടുകൾ പാടുകയും ദശപുഷ്പങ്ങൾ അഷ്ടമംഗല്യത്തോടൊപ്പം നിലവിളക്കും പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് ഈ പുഷ്പങ്ങൾ അവർ മുടിയിൽ ധരിക്കുന്നു. ഇതിനെ പാതിര പൂചൂടൽ എന്നാണ് പറയുക. ഓരോ പൂവിൻ്റെയും ദേവതമാരെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടിയാണ് പൂ ചൂടിക്കുന്നത്. കുരവയും കൂടെ കാണാറുണ്ട്. കത്തിച്ച ഒരു നിലവിളക്കിന് ചുറ്റും വട്ടത്തിൽ പാട്ടിൻ്റെ താളത്തിനൊപ്പിച്ച് പെൺകുട്ടികൾ പരസ്പരം കൈകൊട്ടിക്കൊണ്ട് നൃത്തം ചെയ്യുന്നു. സാരിയും ബ്ലൗസുമാണ് തിരുവാതിരകളിക്ക് ഉപയോഗിക്കുന്ന വേഷം. സാരിയും ബ്ലൗസും എന്ന് പറയുമ്പോൾ സെറ്റ് സാരി ആണ് ഉപയോഗിക്കുന്നത്.
തിരുവാതിര കളിക്കുന്ന പെൺകുട്ടികളുടെ സംഘത്തിന് ഒരു നായിക കാണും. നായിക ആദ്യത്തെ വരി പാടുകയും സംഘം അതേ വരി ഏറ്റുപാടുകയും ചെയ്യുന്നു. പാട്ടിൻ്റെ താളത്തിനൊപ്പിച്ച് സംഘത്തിലുള്ളവർ ചുവടുവയ്ക്കുകയും കൈകൾ കൊട്ടുകയും ചെയ്യുന്നു. ലാസ്യഭാവമാണ് കളിയിലുടനീളം നിഴലിച്ച് നിൽക്കുക. പൂജയോടനുബന്ധിച്ച് നടത്തുന്ന കളിയിലെ ചുവടുകൾ വളരെ ലളിതമായിരിക്കും. ഇത് പരിചയമില്ലാത്തവർക്ക് പോലും കളിയിൽ പങ്കെടുക്കുവാൻ സൗകര്യമേകുന്നു. തിരുവാതിര നാളിൽ രാവിലെ എഴുന്നേൽക്കുന്ന നർത്തകികൾ കുളിച്ച് വസ്ത്രമുടുത്ത് ചന്ദനക്കുറി തൊടുന്നു. രാവിലെയുള്ള ആഹാരം പഴം പുഴുങ്ങിയതും പാലും മാത്രമായിരിക്കും. അന്നത്തെ ദിവസം പിന്നീട് വ്രതമാണ്. ദാഹത്തിന് കരിക്കിൻ വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. ഈ നാട്യരൂപത്തിൻ്റെ ചുവടുകളും വടിവുകളും നൂറ്റാണ്ടുകളായി മാറ്റമില്ലാതെ തുടരുന്നു. തിരുവാതിരകളിയുടെ പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവാതിരകളിക്ക് മാത്രം ഉപയോഗിക്കുന്ന ധാരാളം ഗാനങ്ങളുണ്ട്. ആട്ടക്കഥയിലെ പദങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് വീരവീരാട കുമാരവിഭോ, ഉത്തരാസ്വയംവരം, കാലുഷ്യം കളകനി, ധ്രുവചരിതം, യാതുധാന ശിഖാമണെ, രാവണവിജയം, ലോകാധിപ കാന്ത, ദക്ഷയാഗം, കണ്ടാലെത്രയും കൗതുകം, നളചരിതം, മമത വാരിശരെ, ദുര്യോധനവധം. ഈ ആട്ടക്കഥകളിൽ നിന്നുള്ള പാട്ടുകളും ആണ് കൂടുതലായും ഉപയോഗിച്ച് കാണുന്നത്. അപ്പോൾ തിരുവാതിരകളി എന്ന നൃത്തരൂപത്തെക്കുറിച്ചുള്ള ഒരേകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണും എന്ന് കരുതുന്നു. തിരുവാതിരകളിയുടെ ഐതിഹ്യവും അതിൽ ഉപയോഗിക്കുന്ന പാട്ടുകളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായി ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി കാണും വരെ നമസ്കാരം.